റാംജിറാവു സ്പീക്കിംഗ്. താങ്കളുടെ അപ്പച്ചൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. 25 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞങ്ങൾ അയാളെ കൊല്ലും. 25 ലക്ഷം പോയിട്ട് 1 രൂപ പോലും എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ലെങ്കിൽ തന്നെ ശോഭ സിറ്റിയിലെ ഒരു വില വാങ്ങാൻ പൈസ തികയാതെ ഞാൻ കഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഒരു വിളി. വെച്ചിട്ട് പോടോ. കേട്ടല്ലോ നിങ്ങളുടെ പുന്നാര മോന്റെ മറുപടി. എന്നാ എന്റെ മോളെ വിളിക്കും, അവൾ എന്നെ ഉപേക്ഷിക്കില്ല. റാംജിറാവു സ്പീക്കിംഗ്. താങ്കളുടെ അപ്പച്ചൻ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. 25 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞങ്ങൾ അയാളെ കൊല്ലും. എനിക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ പോവുക. അപ്പോഴാണ് നിങ്ങളുടെ ഒരു വിളി. നിങ്ങൾ എന്താ വെച്ചാ ചെയ്യും. എനിക്കിതിനൊന്നും സമയമില്ല. ചേട്ടാ, നിങ്ങളുടെ മക്കൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇവരെയാണോ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലിയ നിലയിലാക്കിയെന്ന് പറഞ്ഞത്? കഷ്ടം തന്നെ. എന്നാലും എന്റെ മക്കൾ ഇങ്ങനെ പറയുന്ന ഞാൻ കരുതിയില്ല. ചേട്ടാ, നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾക്ക് കുറേ കടമുണ്ടായിരുന്നു. അത് വീട്ടാൻ ഞങ്ങൾ കണ്ടെത്തിയൊരു വഴിയായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകല്. അത് ഇങ്ങനെയായി. എടാ ദാസപ്പ, ഈ ചേട്ടനെ എവിടാന്ന് വെച്ചാ കൊണ്ടുവിട്ടേക്ക്. മക്കളെ, എനിക്ക് സ്വന്തമായി മക്കൾ മാത്രമല്ല, പൊന്നുവിളിയുന്ന കുറെ ഭൂമിയും കൂട്ടിന് തങ്കം പോലെ മനസ്സുള്ള എൻ്റെ ഭാര്യയുമുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പോരുന്നോ? ആ പൊന്നു വിളയുന്ന ഭൂമിയിൽ ഇനിയുള്ള കാലം നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാം. വരുന്നടാ എല്ലാവരും. നമുക്ക് ഈ ചേട്ടനോടൊപ്പം കൂടി മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരായി ഇനിയുള്ള കാലം ജീവിക്കാം. പൊന്നു വേദച്ചാലും